വിളയിടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ വിളയിടത്തിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു ചതുർമാനമായ പ്ലാനിങ്ങിലൂടെ എങ്ങനെ കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിളയിട അധിഷ്ഠിത വികസന പദ്ധതിയുടെയും കൃഷി സമൃദ്ധി എന്ന പദ്ധതിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു പുരയിടത്തിലെ എല്ലാ വിഭവങ്ങളെയും എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ വിളകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം, എങ്ങനെ വിള വിസ്തൃതി വർദ്ധിപ്പിക്കാം, കൂടുതൽ വിളകളെ വൈവിധ്യവൽക്കരണത്തിലൂടെ എങ്ങനെ പുരയിടങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് ഈ പദ്ധതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിനൊപ്പം തന്നെ കൃഷിയുടെ ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഫാം മെക്കനൈസേഷൻ കൊണ്ടുവരാൻ, കാർഷിക സേവനങ്ങൾക്ക് വേണ്ടി കർഷക കൂട്ടായ്മകളെയും കൃഷിക്കൂട്ടങ്ങളെയും എങ്ങനെ സംഘടിപ്പിക്കാം എന്ന വഴി കർഷകരുടെ ചിലവ് കുറയ്ക്കുന്നതിനും അവൻ്റെ ഉൽപ്പന്നങ്ങൾ പരമാവധി മാർക്കറ്റ് ചെയ്യുന്നതിന് ഡയറക്റ്റ് മാർക്കറ്റിങ്ങും എക്കോ ഷോപ്പുകൾ വഴിയുള്ള മാർക്കറ്റിങ്ങും അഗ്രിഗേഷൻ സെൻ്ററുകളും മറ്റ് ക്ലസ്റ്റർ മാർക്കറ്റിങ്ങുകളും ഒക്കെ വഴിയായിട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള വിപണി ഇടപെടൽ നടത്തുന്നതിന് കൂടിയാണ് കൃഷി വകുപ്പ് ശ്രദ്ധിച്ചു വരുന്നത്. ഈ തരുണത്തിലാണ് നമ്മൾ ഇപ്പോൾ കൃഷി വകുപ്പിലൂടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളൊക്കെ നമ്മൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നത്. ഈ രീതിയിൽ ഒരു വ്യക്തമായ പ്ലാനിങ് കൃഷിയുടെ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏതെങ്കിലുമൊക്കെ വിളവ് ചെയ്ത് ഉൽപ്പന്നമുണ്ടാക്കി അത് വിപണിയിലേക്ക് എത്തിക്കാനോ നല്ലൊരു വില കിട്ടാനോ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഏത് വിളയാണ് കൃഷി ചേർക്കേണ്ടത്, ഏത് സമയത്താണ് അതിൻ്റെ വിള കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഓരോ പഞ്ചായത്തിൻ്റെയും അവലോകനം നടത്തി അവിടുത്തെ തരിശുഭൂമികൾ കണ്ടെത്തി അവിടെ ലഭ്യമായ ഭൂമികൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ അവിടെ ഏത് വിള കൃഷി ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എത്ര ഉൽപ്പാദനം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ വിവിധ തട്ടിലുള്ള പ്ലാനിങ്ങുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കർഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിളയുടെ പ്ലാനുണ്ട്, വിപണിയുടെ പ്ലാനുണ്ട്, മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്ലാനുണ്ട്. ആ രീതിയിൽ കൃഷിയെയും കൃഷിയുടെ പ്രവർത്തനങ്ങളെയും കൂടുതൽ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ ഡിസിപ്ലിൻ അച്ചടക്കത്തോടു കൂടി തന്നെയുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി കൃഷിയിടങ്ങളെ കർഷകർക്ക് വരുമാനമാക്കി മാറ്റുന്ന പദ്ധതികളാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കൃഷി വകുപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കുന്നതിനൊപ്പം തന്നെ പാരലലായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി കൃഷി വകുപ്പ് ഈയിടെ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അത് പ്രധാനമായും നമ്മളുടെ ഭക്ഷണശീലങ്ങളെയും ആരോഗ്യശീലങ്ങളെയും കൂടി കൃഷി വകുപ്പ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളുടെ ഭക്ഷണശീലം ഒരു ആരോഗ്യത്തിൻ്റെ സുരക്ഷിതമായ ഭക്ഷണത്തിൻ്റെ ഒരു ശീലത്തിലേക്ക് പൊതുജനങ്ങളെയും കർഷകരെയും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോഷക സമൃദ്ധി മിഷൻ തന്നെയുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു ജൈവ കാർഷിക മിഷൻ തന്നെയുണ്ട്. ഈ രണ്ട് മിഷനുകളും ലക്ഷ്യം വയ്ക്കുന്നത് കൃഷിയിലൂടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണം ഏറ്റവും സുരക്ഷിതവും ഏറ്റവും പോഷക സമൃദ്ധവുമായി മാറണം എന്നുള്ളതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണപരമായ മേന്മ നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തിലും ആരോഗ്യത്തിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃഷി വകുപ്പ് ഈ കഴിഞ്ഞ 4 വർഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 2024-25 നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സമഗ്ര പച്ചക്കറി കൃഷി യജ്ഞം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൂർണ്ണമായും സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിലേക്ക് ഓരോ ചുവട് കൂടുതൽ മുന്നോട്ട് വെച്ചുകൊണ്ട് പച്ചക്കറി കൃഷിയിലും പച്ചക്കറി ഉൽപ്പാദനത്തിലും നമ്മുടെ സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം എന്നുള്ളത്, എത്തുമ്പോൾ തന്നെ അത് ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണമായി മാറണം എന്നുള്ളതാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കർഷക തൊഴിലാളി സംഗമത്തിൽ കോട്ടയം ജില്ലയുടെ ഈ സുദിനത്തിൽ നമ്മളിവിടെ പച്ചക്കറി യജ്ഞത്തെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറുമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇല്ല
കുട്ടി വളരെ ഇവറ്റകളാണ് എന്റെ ആകെ സമ്പാദ്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യം എനിക്ക് വളരെ പ്രധാനമാണ്. ഒരു ക്ഷീര കർഷകൻ വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഗോമതി ഗോൾഡ് കന്നുകാലികളുടെ ശരിയായ അടുത്ത് തന്നെയുണ്ട്, ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ. വിശദവും വളരെ നല്ലത്. ഇതിന്റെ മിൽമയുടെ ഗോമതി ഗോൾഡ് മിൽമ മിൻ. നന്ദിനിക്കുട്ടിയെ നിറയെ കഴിക്കണട്ടാ. ചേച്ചി എന്തായി കലക്കി